ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈദ് ഹോളിഡേയ്സ് ആയിട്ട് സലാല ഒമാൻ ഒരു ട്രിപ്പ് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈദ് ഹോളിഡേയ്സ് 4 ഡേയ്സാണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു എവിടേക്കാണ് പോവുക. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു 5 ഡേയ്സിൻ്റെ ഒരു പാക്കേജാണ്. അപ്പോൾ 26 മെയ് രാവിലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് ബസ് ഉണ്ടായത്. നൈറ്റ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും മസ്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്താണ്. ദുബായിൽ നിന്ന് ഒരു 12 മണിക്കൂർ അടുത്ത് യാത്ര വരുന്നുണ്ട് കേട്ടോ സലാല. പിന്നെ ഇങ്ങനെ ബോർഡറുകളിലൊക്കെ നിർത്തിയപ്പോൾ കുറച്ച് ടൈം അവിടെ അങ്ങനെ പോയി. സലാല എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിലായിട്ടോ, കാരണം ഈ വഴി കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ തെങ്ങുകളാണ്. സാധാരണ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഈത്തപ്പനകളായിരിക്കുമല്ലോ, പക്ഷെ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു മാറ്റം മനസ്സിലാവും കേട്ടോ. അതേപോലെ ഫുള്ള് തെങ്ങുകളാണ്. ഇപ്പോൾ ഇത് ഈ കാണുന്നത് സലാലയുടെ ക്ലോക്ക് ടവർ ആണ്. ഇന്ന് 27-ാം തീയതി മോർണിംഗ് സലാലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹോട്ടൽ റൂമിൽ ചെക്കിങ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഉച്ചയ്ക്കാണ് കേട്ടോ ഇന്ന് സൈഡ് സീയിങ്ങിനൊക്കെ കൊണ്ടുപോവുക. റൂമിലെത്തി റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോഴേക്കും ബസ്സിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതേ ഓരോരുത്തരെ എത്തി തുടങ്ങിയിട്ടുണ്ട് റൂമിൽ നിന്ന്. പോകുന്ന ആ ഒരു വഴിയൊക്കെ കണ്ടില്ലേ, ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലെത്തിയ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പാക്കേജിലുള്ളത് തന്നെയാണ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ബോക്സ് ആയിട്ട് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നൊരു വാൻ ടൂർ ഉണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. യമൻ ഹെയർപിൻ റോഡ് വഴി ടോപ്പിലെത്തിയിട്ട് അവിടെ നിന്നൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാനിൽ. അപ്പോൾ അതിന് എക്സ്ട്രാ ആയിരുന്നു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാനിൽ അങ്ങനെ പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സിമെൻറ്റ് ഫാക്ടറിയാണ്. അതേപോലെ സലാല പോർട്ട്, പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് കേട്ടോ, മോസേൽ ബീച്ച്. അത് കൂടെ ഈ പോണ വഴിയിലാണ്. ഇനി ആ വാനിൽ പോകുന്ന വഴിയിലുള്ള കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ബസ്സിലുണ്ടായ കുറച്ച് പേരൊക്കെ ബീച്ചിൽ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. സലാലയിൽ ഇപ്പോൾ സീസണാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സമ്മർ ആ ലാസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചൂട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഉള്ളവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു ജൂൺ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഇവിടെ നല്ല തണുപ്പൊക്കെ ആവുക. ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു മതിൽ പോലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് കാലത്ത് എത്തിക്കഴിഞ്ഞാൽ താഴത്തേക്ക് പോവും. ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഇങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ആ ഒരു വ്യൂ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത്, അത്രയും അടിപൊളിയാണ്. ഇവിടെ ഞങ്ങളുടെ കൂടെയുള്ളവരും പിന്നെ അടുത്ത വാനുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത്, പിന്നെ നല്ല വെയിലുണ്ട്, പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടകങ്ങളെ കാണാനായിട്ട് ഒരു ക്ഷാമവും ഇല്ല കേട്ടോ. അതേ റോട്ടിക്കൂടെയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അത് അവരുടെ സ്ഥലമാണല്ലോ. വരുന്ന വഴിക്കാണെങ്കിൽ വാൻ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വെള്ളവും പിന്നെ സ്നാക്സ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ വാൻ ഇവിടെ നിർത്തിയേക്കാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്നു. സലാല ഇപ്പോൾ ഇവിടെ സീസൺ ആയിരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയുണ്ടായേനെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമ്മർ ആ ഒരു സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ പച്ചപ്പ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഫുള്ള് ഇലയൊക്കെ അതിങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ് ചെടികളൊക്കെ.
അതേപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴുകണ അരുവികളൊക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് പിന്നെ നേരെ വന്നേക്കുന്നത് മൂസയിൽ ബീച്ചിലേക്കാണ്. അപ്പോൾ നല്ല സമയത്താണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ കാണാനുള്ളത് മർനീഫ് കേവും ഉണ്ട്, അതേപോലെ ബ്ലോ ഹോൾസ് ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് ബീച്ചാണ്. അപ്പോൾ ഇതിൽ കൂടെ ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ മേലിക്കൊക്കെ വെള്ളമൊക്കെ ആവും കേട്ടോ. ഇപ്പോൾ ദേ ഈ കാണുന്നതാണ് കേട്ടോ മർനീഫ് കേവ്. കുറച്ചിങ്ങനെ നടന്ന് കാണാനുണ്ട്. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നടന്ന് വന്ന് കയറുമ്പോൾ അതേ കാണുന്നത് ഇതൊക്കെയാണ് കേട്ടോ. മാങ്ങ, പിന്നെ കുക്കുംബർ, ഇങ്ങനെ പൈനാപ്പിൾ, അങ്ങനത്തെ സംഭവങ്ങൾ. അങ്ങനെ അതും വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഐസ്ക്രീം. ഇവിടുത്തെ സൈഡിലായിട്ട് കുറേ തെങ്ങുകൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ബീച്ചിൽ വന്നതല്ലേ, എന്നാൽ പിന്നെ കാലൊക്കെ ഒന്ന് നനയ്ക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നല്ല തിരമാലയുണ്ട്. ഈ ഒരു വൈകുന്നേരം ആ ഒരു നേരം ആയല്ലോ. ചേട്ടൻ പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല, എനിക്ക് നിന്ന് വീഡിയോ എടുത്ത് തരായിരുന്നു. ഇന്നിവിടെ എത്തി ഉച്ചയ്ക്കായിരുന്നല്ലോ പുറത്തേക്ക് ഇറങ്ങിക്കുന്നത്. ഇന്ന് പിന്നെ കുറേ സ്ഥലങ്ങളൊന്നും കാണാനില്ല. 2 സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. പിന്നെ ഒരു പ്രൈവറ്റ് ഫാം കൂടെ ഉണ്ടായിരുന്നേ. പക്ഷെ അവിടേക്ക് ഇന്ന് പോകാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ രാത്രി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഫുഡ് പറഞ്ഞേക്കുന്നത്. പാക്കേജിലുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്കുള്ളത് ഇന്നൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കടകളൊക്കെ ആയിരിക്കും, ഏതെങ്കിലും മോളിലൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, സലാലയിൽ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു സ്ഥലത്ത് വരുന്നതാണ് കേട്ടോ. അതിങ്ങനെ കുറച്ച് കടകളാണ്. ഫുള്ളിങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഹൽവ കിട്ടുന്ന ഒരു കടയുണ്ട്, ടോമാനി ഹൽവ കിട്ടുന്നത്. അവിടെയാണ് വണ്ടി നിർത്തിയത്. ഇവിടെയാണെങ്കിൽ ഫുള്ളതേ നല്ല പപ്പായും പിന്നെ അതുപോലെ മാങ്ങയും ചക്കയും സംഭവങ്ങളൊക്കെയാണ്. ചക്കയും മാങ്ങയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പിന്നെ അവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും കേടായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്ന 1-2 ഫാമിലി അവർ പപ്പായ പിന്നെ അതേപോലെ പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ലാസ്റ്റ് ദിവസം വന്നിട്ട് ഞങ്ങളിതേ കരിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ, എനിക്ക് ഈ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ. അപ്പോൾ തന്നെ അവരിതേ കട്ട് ചെയ്തിട്ട് തരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി കൂടെ ഉണ്ട്. അപ്പോൾ അവരെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലൊക്കെ കാണിക്കാം കേട്ടോ. ഇന്ന് പിന്നെ കരിക്കും പിന്നെ മാങ്ങയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അടുത്താണ് ഞങ്ങൾ നിൽക്കണതിൻ്റെ റൂമിൻ്റെ അടുത്താണ് ഈ ഒരു കട വരുന്നത്. പോകുന്നതിന് മുൻപ് ഇനി വേറെ 1-2 സാധനങ്ങൾ ചക്കയും അതേപോലെ പപ്പായൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വരണം. അപ്പോൾ ഇനി നാളെ ഡേ 3 ആണ്. അപ്പോൾ നാളെ പോണത് വാദി ദർബാദൊക്കെയാണ്, ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇങ്ങനെ ക്ലിപ്പിങ്സൊക്കെ എടുത്തിട്ടാണ് ഒരു വീഡിയോ സമയം കിട്ടുന്ന പോലെ വോയിസ് ആക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.